ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് നമ്പർ 1 ഡേ 1 ഇന്ത്യ 150 ഓൾ ഔട്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ നിലവിലെ അവസ്ഥ അറിയാവുന്ന ആരെ സംബന്ധിച്ചും ഈ 150 ഓൾ ഔട്ട് എന്ന് പറയുന്നത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമല്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിലവിലെ ബാറ്റിംഗ് സൈഡിലെ പ്രശ്നങ്ങൾ തുറന്നു കാട്ടുന്ന ഒരു വലിയ ഓൾ ഔട്ട് തന്നെയാണ് ഇന്നും സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് ഓസ്ട്രേലിയ അവിടെ നമ്മളെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ബാറ്റിങ്ങിനിറങ്ങി ഇന്ത്യക്ക് ബാറ്റിംഗ് തകർച്ച തന്നെയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു ഇന്നിംഗ്സ് അവിടെ പിറന്നിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നിതീഷ് കുമാർ റെഡ്ഡിയുടെ ഫീൽഡ്ലെസ് ആയിട്ടുള്ള ബാറ്റിംഗ്. ഒരു തുടക്കക്കാരൻ്റെ യാതൊരു രീതിയിലുള്ള പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെയാണ് അവിടെ നിതീഷ് കുമാർ റെഡ്ഡി ബാറ്റ് വീശിയിട്ടുണ്ടായിരുന്നത്. ഒരു പക്ഷേ മറു സൈഡിൽ ഒരാൾ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഇതിലും വലിയൊരു ഇന്നിംഗ്സ് നിതീഷ് കുമാർ റെഡ്ഡിയുടെ ബാറ്റിൽ നിന്ന് പിറന്നേനെ എന്ന് തോന്നിപ്പോയിരുന്നു. അവസാന സമയത്ത് വേറെ വഴിയില്ലാതെയാണ് നിതീഷ് കുമാർ റെഡ്ഡി ഷോട്ടുകൾ പായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് പറയേണ്ട വേറൊരു കാര്യമാണ്, ഋഷഭ് പന്തിൻ്റെയും നിതീഷ് കുമാർ റെഡ്ഡിയുടെയും പാർട്ണർഷിപ്പ് തന്നെയാണ് ഇന്ത്യ 150 എത്തിക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷേ 100 റൺസിന് താഴെ ഓൾ ഔട്ട് ആവുമെന്ന് തോന്നിച്ച ഇന്നിംഗ്സാണ് ഇത്രയും കരകയറ്റാൻ ഇവരെ കൊണ്ട് സഹായിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത്, സീനിയർ താരമായിട്ടുള്ള വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സ് ക്ലച്ച് പിടിക്കാത്ത വലിയ രീതിയിലുള്ള സങ്കടം തരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ബാറ്ററാണ് വിരാട് കോഹ്ലി. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഫോം കണ്ടെത്താൻ സാധിക്കാത്തത് വലിയ തിരിച്ചടി തന്നെയാണ്. ആദ്യം യശസ്വി ജയ്സ്വാളിൻ്റെ വിക്കറ്റ് പോകുന്നു, എന്നാൽ മറു സൈഡിൽ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കെ എൽ രാഹുൽ നിന്നത്. ഒരു ബിഗ് സ്കോറിലേക്ക് താൻ കൊണ്ടുപോകുമെന്ന് തോന്നിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു, അല്ലെങ്കിൽ ആരാധകരെ തോന്നിപ്പിക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു അവിടെ കെ എൽ രാഹുലിൻ്റെ ഇന്നിങ്സ് കൊണ്ടിരുന്നത്. പക്ഷേ കെ എൽ രാഹുലിൻ്റെ ആ ഒരു വിക്കറ്റ് എനിക്കിപ്പോഴും കൺഫ്യൂഷൻ ആക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മറ്റ് ആംഗിളുകൾ അവിടെ അമ്പയർമാർ നോക്കാതിരുന്നത്? ഔട്ടാകാം, ഔട്ടല്ലാതിരിക്കാം, പക്ഷേ മറ്റ് ആംഗിളുകൾ അമ്പയർമാർ നോക്കാതിരുന്ന ആ ഒരു ടൈമിൽ നിന്ന് മനസ്സിലാവുന്നില്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത്, പകരക്കാരനായി വന്ന ദേവദത്ത് പടിക്കലാകട്ടെ 23 ബോളിൽ 0 റൺസ്. വിരാട് കോഹ്ലി 12 ബോളിൽ 5 റൺസ്. ഋഷഭ് പന്ത് 78 ബോളിൽ 37 റൺസ്. ധ്രുവ് ജോർൽ 20 ബോളിൽ 11 റൺസ്. വാഷിംഗ്ടൺ സുന്ദർ 15 ബോളിൽ 4 റൺസ്. നിതീഷ് കുമാർ റെഡ്ഡി 59 ബോളിൽ 41 റൺസ്. ആ ഒരു ഫീൽഡ്ലെസ് ഇന്നിംഗ്സിനെ കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഹർഷിത് റാണെ നന്നായിട്ട് തന്നെയാണ് വന്നപ്പോൾ ബാറ്റ് ചെയ്തത്, ആ ഒരു പ്രശ്നമൊന്നുമില്ലാത്ത രീതിയിൽ. പക്ഷേ ആൾക്കും ആ ഒരു സ്ലിപ്പിൽ ക്യാച്ച് കൊടുത്ത് മടങ്ങിപ്പോകാനാണ് വിധി ഉണ്ടായിരുന്നത്. ജസ്പ്രീത് ബുംറ 8 ബോൾ 8 റൺസ്. ഈ ഒരു ഇന്നിങ്സ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇനി ബോൾ ചെയ്യാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണണം. എന്തായാലും ബോളിങ്ങിന് അനുകൂലമായിട്ടൊരു പിച്ചാണെങ്കിലും ഓസ്ട്രേലിയ പിടിച്ചു നിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മിനിമം ഒരു 300 റൺസിലേക്കുള്ള ഒരു ടാർഗറ്റിലായിരിക്കും അവിടെ ഓസ്ട്രേലിയ ഇറങ്ങാൻ പോകുന്നത്. എന്തായാലും നമ്മുടെ ബോളിംഗ് സൈഡ് എങ്ങനെ പെർഫോം ചെയ്യും, ആ ഒരു അഗ്രഷൻ എങ്ങനെ കാണിക്കും എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽപ്പുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻറ്റ് അറിയപ്പെടുക. നിതീഷ് കുമാർ റെഡ്ഡിക്ക് വലിയൊരു കയ്യടി അവിടെ അർഹിക്കുന്നുണ്ട്. അപ്പോൾ കാത്തിരുന്നതിന് കാണാൻ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് അറിയപ്പെടുക. ഇറ്റ്സ് മീ ഗോകുലം സനിയോട്. ബൈ ബൈ ഗൈസ്.